ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം വിശുദ്ധമായൊരു നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആത്മപരിശോധനയുടെയും മാനസാന്തരത്തിൻ്റെയും പുതുജീവിതത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു വിശുദ്ധ യാത്ര. ഈ 50 ദിവസങ്ങൾ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുത്തെത്തിക്കുന്ന ആത്മീയ അവസരമാണ്. Lent calls each of us to step away from the noise of daily life and turn inward toward God. നോമ്പ് എന്നത് വെറും ഭക്ഷണം ഒഴിവാക്കുന്നതല്ല, അല്ലെങ്കിൽ ചില സൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്നതുമല്ല. നോമ്പെന്നത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്ന സമയമാണ്. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും പരിശോധിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താനുള്ള സമയം. ഈ കാലം നമ്മെ പ്രാർത്ഥനയിലേക്ക് വിളിക്കുന്നു. പ്രാർത്ഥന എന്നത് ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കുന്നതുമല്ല. നോമ്പ് പ്രാർത്ഥനയുടെ കാലമാണ്. ദൈവത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും വചനധ്യാനം ചെയ്യാനും ആത്മാവിനെ പുതുക്കാനും ഈ ദിവസങ്ങൾ നമ്മെ ക്ഷണിക്കുന്നു. നമ്മൾ തിരക്കുള്ള ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ മറക്കുന്നു. എന്നാൽ ഈ കാലം നമ്മെ നിർത്തി ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. ഞാൻ ദൈവത്തോടൊപ്പം എത്ര അടുത്താണ്. ജോയൽ ചാപ്റ്റർ 2 വേഴ്സസ് 12-13. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുഴുവൻ ഹൃദയത്തോടും കൂടി ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എന്നിലേക്ക് മടങ്ങി വരുവിൻ. നിങ്ങളുടെ വസ്ത്രം കീറാതെ ഹൃദയം കീറുവിൻ. ലെൻറ്റിനെ കുറിച്ച് ദൈവം എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? മുഴുവൻ ഹൃദയത്തോടും കൂടി എന്നിലേക്ക് മടങ്ങി വരുവിൻ. ലെൻറ്റ് ഒരു ആചാരകാലമല്ല, ഇത് ദൈവത്തോടുള്ള ബന്ധം പുതുക്കാനുള്ള സമയമാണ്. ഹൃദയം മാറുന്നതാണ് പ്രധാനം. ദൈവം നമ്മെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് വിളിക്കുന്നത്. ഉപവാസം, കരച്ചിൽ, വിലാപം. ലെൻറ്റിൽ ഉപവാസം എന്തിനാണ്? പാപബോധം വളർത്താനും പ്രാർത്ഥനയിൽ ആഴം നേടാനും. ഇത് ദുഃഖം കാണിക്കാനല്ല, ദൈവത്തെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഹൃദയം കാണിക്കാൻ ആണ്. കൃപയും കരുണയുമുള്ള ദൈവം. ഈ വചനത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം പറയുന്നു. ദയയുള്ളവൻ, ക്ഷമിക്കുന്നവൻ, കോപത്തിൽ വൈകുന്നവൻ, സ്നേഹത്തിൽ സമൃദ്ധൻ. വസ്ത്രം കീറാതെ ഹൃദയം കീറുവൻ. പണ്ട് യഹൂദരിൽ ദുഃഖം കാണിക്കാൻ വസ്ത്രം കീറുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെ ദൈവം പറയുന്നു, ഉള്ളിലെ പശ്ചാത്താപമാണ് വേണ്ടത്. ലെൻറ്റിൽ യഥാർത്ഥ അർത്ഥം ഭക്ഷണം ഒഴിവാക്കുന്നതല്ല, സോഷ്യൽ മീഡിയ വിട്ടു നിൽക്കുന്നതുമല്ല, ഹൃദയം ദൈവത്തോട് തുറക്കുന്നതാണ്. ഈ 50 ദിവസങ്ങൾ കഴിഞ്ഞ് ഈസ്റ്റർ വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് മാത്രമല്ല, ഉള്ളിൽ കൂടി പുതുതായി ഉയർത്തെഴുന്നേൽക്കണം. ഒരു നല്ല മനുഷ്യനായി, കൂടുതൽ സ്നേഹമുള്ളവനായി, കൂടുതൽ ക്ഷമയുള്ളവനായി മാറിയിരിക്കണം. ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.